നിലമ്പൂരിലെ വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിനോട് ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം കഴിഞ്ഞ ദിവസം നടത്തിയ അഭിപ്രായ സർവേയുടെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ ജൂൺ 5-ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പ് സർവേയുടെ ആദ്യ സൂചനകൾ വ്യക്തമാക്കുന്നത് മണ്ഡലത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് UDFന് വിജയപ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ആണ്. സർവേയിൽ പങ്കെടുത്ത 45% വോട്ടർമാരും പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനമാണ് വോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന വിഷയമായി തെരഞ്ഞെടുത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന്റെ പ്രകടനത്തെ ഏറ്റവും നിർണായക ഘടകമായി തെരഞ്ഞെടുത്തവരിൽ 70% പേരും സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു. വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ അടുത്തതായി വന്നത് വന്യജീവി ആക്രമണങ്ങളായിരുന്നു. ജൂൺ 19-ന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആവർത്തിച്ചുള്ള വന്യജീവി ആക്രമണങ്ങൾ തങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് സർവേയിൽ പങ്കെടുത്ത 35% പേരും അഭിപ്രായപ്പെട്ടു. മലയോര കർഷകർക്ക് നിർണായക വോട്ട് ബാങ്കുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഇത് LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ ആശങ്കപ്പെടുത്തുന്ന കണക്കാണ്. കാരണം സർവേയിൽ പങ്കെടുത്ത 47.5% പേരും പ്രദേശത്ത് തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി LDF സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നിരുന്നാലും 1972-ലെ വനസംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകാത്തതിൽ 37.5% പേരും വന്യജീവി ആക്രമണത്തിന്റെ ഉത്തരവാദിയായി കേന്ദ്ര സർക്കാരിനെയാണ് കാണുന്നത്. LDF ഉപതെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നും ഇത് തന്നെയായിരിക്കും. വിനാശകാരിയായ വന്യമൃഗങ്ങൾക്കെതിരെ വേഗത്തിലും നിർണായകവുമായ നടപടിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. എന്നാൽ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം പ്രചാരണത്തിന്റെ കാര്യത്തിൽ LDF UDFനേക്കാൾ ഏറെ മുന്നിലാണെന്ന് വിലയിരുത്തുന്നുണ്ട്. ഒരാഴ്ച മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തിറങ്ങിയ UDF പിന്നീട് PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞത് പ്രചാരണത്തെ ബാധിച്ചു എന്നാണ് സർവേയിൽ നിന്നും മനസ്സിലാക്കുന്നത്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇടത് വിജയ സാധ്യതകളെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. LDFന്റെ വികസന ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഇതിലേക്കുള്ള ഒരു സൂചനയാണ്. പിണറായി സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഒരു പ്രധാന വികസനവും കൊണ്ടുവന്നിട്ടില്ലെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 60% പേർ പറഞ്ഞു. പിണറായി സർക്കാർ കേരളത്തിന്റെ വികസനത്തിൽ കുതിപ്പ് നടത്തിയെന്ന് 27.5% പേർ മാത്രമാണ് പറഞ്ഞത്. സർക്കാർ വികസനം കൊണ്ടുവന്നുവെന്നും എന്നാൽ പ്രശംസനീയമായി കണക്കാക്കാവുന്ന അളവിലില്ലെന്ന അഭിപ്രായക്കാരും മണ്ഡലത്തിലുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും തകർച്ചയും വിവാദങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചതായാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. LDF സർക്കാരിന്റെ വികസന അവകാശവാദങ്ങൾ ശരിയായ നിലയിലല്ലെന്ന് പ്രതികരിക്കാൻ ഇത് പ്രധാന കാരണമായിരിക്കാം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കൂരിയാട് NH-66ന്റെ തകർച്ചയും പിന്നീട് വടക്കൻ കേരളത്തിലെ മറ്റ് വിവിധ NH റേഞ്ചുകളിൽ കണ്ടെത്തിയ വിള്ളലുകളും മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും സജീവ ചർച്ചയാണ്. 35% പേരും വിശ്വസിക്കുന്നത് ഹൈവേയുടെ മോശം നിർമ്മാണത്തിന് ഉത്തരവാദികൾ ഇടതു സർക്കാരാണെന്നാണ്. മറ്റൊരു 35% പേർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരുമാണ് ഉത്തരവാദികളെന്ന് അഭിപ്രായപ്പെട്ടു. KC വേണുഗോപാൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കാരണവും ഈ തിരിച്ചറിവായിരിക്കണം. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചകൾ പ്രധാന ചർച്ചാ വിഷയമാണെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശവും പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ 2.5% പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. ഈ വിഷയവും തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി മാറ്റാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ UDF കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. എന്നാൽ നിലമ്പൂരിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇതൊരു വൈകാരിക വിഷയമായി മാറ്റാനുള്ള UDF ശ്രമത്തോട് വോട്ടർമാർ പ്രതികരിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മലപ്പുറം പരാമർശം പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമല്ലെങ്കിൽ പോലും മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താനാണ് പിണറായി മനഃപൂർവ്വം ഈ പരാമർശങ്ങൾ നടത്തിയതെന്ന് അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ 50% പേർ കരുതുന്നു.
45% പേർ അങ്ങനെയല്ലെന്നും മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്നും ചിന്തിക്കുന്നവരാണ്. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ വോട്ടർമാർ രണ്ടു തട്ടിലാണെന്നതിന്റെ സൂചനയാണിത്. സിറ്റിംഗ് MLA-യും നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യുന്ന PV അൻവറിനെ കുറിച്ചും സർവേ പറയുന്നുണ്ട്. പിണറായിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ വിമർശനവുമായി ശക്തമായി രംഗത്ത് വരികയും കൂടുതൽ പ്രകോപിതരായി പ്രതികരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു PV അൻവർ. കഴിഞ്ഞ 9 വർഷത്തെ MLA എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം ശരാശരിയോ മോശമോ ആണെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിലെ 67.5% പേരും അഭിപ്രായപ്പെട്ടത്. അൻവർ മികച്ച MLA ആണെന്ന് 32.5% പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. അൻവറിന്റെ പ്രകടനം മികച്ചത് എന്ന് വിലയിരുത്തിയവർ പോലും അൻവറിനെ UDF-ൽ എടുക്കാതിരുന്ന നിലപാടിനോടൊപ്പമാണെന്നതാണ് കൗതുകം. അൻവറിന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ UDF-ൽ നിന്ന് മാറ്റി നിർത്തിയ കോൺഗ്രസ് നിലപാട് ശരിയായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് ശരിയായിരുന്നു എന്ന് 62.5% പേർ അഭിപ്രായപ്പെട്ടു. അൻവറിനെതിരെ UDF സ്വീകരിച്ച കടുത്ത നിലപാടിനോട് വോട്ടർമാർക്കിടയിൽ സ്വീകാര്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അൻവറിനെ UDF-ൽ ഉൾപ്പെടുത്തുകയോ കുറഞ്ഞത് മറ്റൊരവസരം നൽകുകയോ ചെയ്യണമായിരുന്നു എന്ന് 30% പേർ അഭിപ്രായപ്പെട്ടു. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് പിന്നിലെ മറ്റൊരു ഘടകം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്ന നിലയിൽ വോട്ടർമാർ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു എന്നതാണ്. 50% പേർ അദ്ദേഹം മികച്ച ഭരണാധികാരിയാണെന്ന് അഭിപ്രായപ്പെടുന്നു. 37.5% പേർ അദ്ദേഹം ശരാശരിയാണെന്നും അഭിപ്രായപ്പെട്ടു. മികച്ചതും ശരാശരിയും ചേർത്താൽ ഷൗക്കത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് 87.5% പേരും അഭിപ്രായപ്പെടുന്നു. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ നിരന്തരം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉപതെരഞ്ഞെടുപ്പിനോടുള്ള നിസ്സംഗതയോടും ജനങ്ങൾ പ്രതികരിച്ചു. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ട് പോലും നിലമ്പൂരിൽ BJP-യുടെ സാധ്യതകൾ മെച്ചപ്പെടുത്താനാകില്ലെന്ന് 67.5% പേരും കരുതുന്നു. എന്നിരുന്നാലും മോഹൻ ജോർജിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് 12.5% പേർ അഭിപ്രായപ്പെട്ടു. 20% പേർ BJP-ക്ക് നേരിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെടുന്നു. നിലമ്പൂർ നഗരസഭയിൽ നിന്നും 7 പഞ്ചായത്തുകളിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത വോട്ടർമാരിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ ആദ്യ റിസൾട്ടാണ് ഓൺ മനോരമ പുറത്തുവിട്ടിരിക്കുന്നത്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥി 48% വോട്ട് വരെ നേടിയേക്കാമെന്നും LDF-ന് 37%-ലേറെ വോട്ട് ലഭിക്കാനിടയില്ലെന്നും വെറും 4%-ൽ താഴെ മാത്രം വോട്ട് നേടുന്ന അൻവർ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തില്ലെന്നും BJP വോട്ടിംഗ് ശതമാനം കുറയുമെന്നും വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുന്നതിനാൽ തന്നെ ജൂൺ 5-ലെ അഭിപ്രായമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ജനങ്ങളെ സ്വാധീനിക്കുക എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സർവേ കണ്ടെത്തലുകളെ മാത്രം ആശ്രയിച്ച് അന്തിമ ഫലത്തെ പ്രവചിക്കാനാകില്ല. ജൂൺ 18-ന് അന്തിമ അഭിപ്രായ സർവേ നടത്തുമെന്നും ഓൺ മനോരമ വ്യക്തമാക്കിയിട്ടുണ്ട്.